കോമ്പോസിഷൻ രീതിയിൽ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, കോമ്പോസിറ്റ് ഡീലേഴ്സ് എങ്ങനെയാണ് GST ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ GSTയുടെ സൈറ്റ് ലോഗിൻ ചെയ്ത് വരിക. വന്നതിന് ശേഷം റിട്ടേൺ ഡാഷ്ബോർഡിൽ പോവുക. റിട്ടേൺ ഡാഷ്ബോർഡ് എടുത്തതിന് ശേഷം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയറും ക്വാർട്ടർ ഏതാന്ന് നോക്കണം. ക്വാർട്ടേർലിയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. കോമ്പോസിറ്റ് ഓപ്റ്റ് ചെയ്യുന്നവർ 3 മാസം കൂടുമ്പോഴായിരിക്കും GST റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3rd ക്വാർട്ടറാണ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒക്ടോബർ, നവംബർ, ഡിസംബറിലെ നിങ്ങളുടെ ടോട്ടൽ സെയിൽ എടുക്കുക. സെയിൽ എടുത്തിട്ട് ടോട്ടൽ വാല്യൂ ടാക്സും കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വാർട്ടർ കൊടുക്കുക. ക്വാർട്ടർ കൊടുത്തതിന് ശേഷം സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് സെൽഫ് അസിസ്റ്റഡ് ടാക്സ് GST CMB 08 ഇതാണ്, ഈ ഒരു ഏരിയയാണ് നമുക്ക് വേണ്ടുന്നത്. അതായത് GSTR 4 എന്ന് പറഞ്ഞാൽ ഇവരുടെ സപ്ലയേഴ്സ് അപ്ലോഡ് ചെയ്യുന്ന ബില്ലുകളൊക്കെ വരുന്നതാണ് ഈ ഒരു ഏരിയ. നമുക്കിവിടെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നറിയാലോ. കോമ്പോസിറ്റ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളുടെ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് രീതിയിലാണെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം 1% ആയിരിക്കും GST റേറ്റ് വരുന്നത്. അപ്പോൾ GST റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ പേയ്മെൻറ്റ് ഓഫ് സെൽഫ് അസിസ്റ്റഡ് ടാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ പോയിട്ട് പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഏരിയ വരും, സമ്മറി ഓഫ് സെൽഫ് അസിസ്റ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വരും. ഫയൽ നിൽ ആണെങ്കിൽ നിൽ കൊടുക്കുക. ഇപ്പം നമ്മൾ ₹1 ട്രാൻസാക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ കൂടിയും GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പൽസറി തന്നെ GST റിട്ടേൺ ഫയൽ ചെയ്യണം. ₹1 പോലും ട്രാൻസാക്ഷൻ നടത്തിയില്ലെങ്കിൽ കൂടിയും GST റിട്ടേൺ നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതാണ് നിയമം. അപ്പോൾ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് എക്സംപ്റ്റ് സപ്ലൈസ് ഉൾപ്പെടെ മൊത്തം എത്ര സെയിൽ നടത്തിയിട്ടുണ്ടോ ആ സെയിൽസിൻ്റെ ഫുൾ വാല്യൂ കൊടുക്കുക. ടാക്സബിൾ വാല്യൂ, സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും കൊടുക്കുക. അപ്പോൾ എത്രയാണ് GST റേറ്റ് എന്നുള്ളത് നോക്കിയിട്ട് ആ റേറ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ടാലിയിലാണത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ടാലിയിൽ 3 മാസത്തെ സെയിൽസ് എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. സെയിൽസ് വാല്യൂവിൻ്റെ ടോട്ടലാണ്. ടാക്സിന് മുന്നേ ഉള്ള പോർഷനാണ് ഈ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാക്സബിൾ എമൗണ്ട് ആണ്, അതെടുക്കുക. എടുത്ത് സെൻട്രൽ ടാക്സ് സ്റ്റേറ്റ് ടാക്സും കൊടുക്കുക, സേവ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് GSTയുടെ സൈറ്റിൽ ടാക്സ് അടയ്ക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ കോമ്പോസിറ്റ് ഡീലർ ആയാലും ശരി തന്നെ, റെഗുലർ ഡീലർ ആയാലും നമ്മൾ GSTയുടെ സൈറ്റിൽ എങ്ങനെയാണ് ടാക്സ് പേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെ ഒരു ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും കൂടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെല്ലാനിൽ ഒന്ന് പ്രസ് ചെയ്യുക. റീസൺ ഫോർ ചെല്ലാൻ, നമ്മുടെ ചെല്ലാൻ്റെ ഒരു ഡീറ്റെയിൽസ് വരും. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് തന്നെ എത്രയാണ് ടാക്സ് എന്നുള്ള എമൗണ്ട് അവിടെ കാണിക്കും. ടാക്സ് എമൗണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചെല്ലാൻ എമൗണ്ട് കാണിക്കും. ഇവിടെ നിന്ന് പേയ്മെൻറ്റ് മോഡ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തന്നെ ഡയറക്റ്റ് നമ്മുടെ ഓൺലൈൻ വഴി പേയ്മെൻറ്റ് നടത്തുന്നു. ഈ പേയ്മെൻറ്റ് ഓവർ ദ കൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ചെല്ലാൻ സബ്മിറ്റ് ചെയ്ത് അങ്ങനെ ക്യാഷ് അടയ്ക്കുന്നു. ഇനി നെഫ്റ്റോ RTGS വഴിയോ ഇത് നമുക്ക് പേ ചെയ്യാം. അപ്പോൾ ഈ പേയ്മെൻറ്റ് വഴി കൊടുക്കുകയാണെങ്കിൽ, ഓൺലൈൻ പേയ്മെൻറ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഈ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് ചെല്ലാനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ചെല്ലാനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിഫേർഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ എല്ലായ്പ്പോഴും GSTയുടെ ടാക്സ് അടയ്ക്കുമ്പോൾ നമ്മൾ ഏത് ബാങ്കാണോ കൂടുതലായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഏത് ബാങ്കാണോ നമുക്ക് ആവശ്യം ആ ബാങ്ക് അങ്ങ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സെലക്ട് ചെയ്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ കൊടുത്ത് മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രൊസീജിയർ മാത്രമേ ഇതിനകത്ത് ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് സാധാരണ രീതിയിൽ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അതിലോട്ട് തന്നെ ലോഗിൻ ചെയ്ത് പാസ്വേഡ് കൊടുത്ത് പേയ്മെൻറ്റ് നടത്തുക. ഇതിൻ്റെ ചെല്ലാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചെല്ലാൻ
ഡൗൺലോഡ് എടുക്കുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും GSTയുടെ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്ന്, കോമ്പോസിറ്റ് ഡീലർ എങ്ങനെയാണ് GST റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അത്. പിന്നെ GST ടാക്സ് എങ്ങനെയാണ് അടയ്ക്കുന്നത്, ചെല്ലാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത സെക്ഷനായിട്ട് വരാം. താങ്ക് യു.